ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഈ പ്രോബ്ലം ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഡിനോമിനേറ്ററിൽ നിന്ന് റൂട്ടിൻ്റെ ഉള്ളിൽ എക്സ് റൈസ് ടു 8ഉം അതുപോലെ പുറത്തേക്ക് എടുക്കുമ്പോൾ എക്സ് റൈസ് ടു 4ഉം ആണ് വരിക. ഇവിടെ എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് റൂട്ടിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് എക്സ് റൈസ് ടു 8 എക്സ് റൈസ് ടു 4 എന്ന് എടുത്താൽ മതി. മൈനസ് ഇൻഫിനിറ്റി ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് എടുക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ എക്സ് റൈസ് ടു 4 എന്നുള്ളത് ഔട്ട് സൈഡ് വരും. അതുപോലെ ന്യൂമറേറ്ററിലും നമ്മൾ എക്സ് റൈസ് ടു 4 ഔട്ട് സൈഡ് എടുത്താൽ ഇവിടെ ബാക്കി 7/x റൈസ് ടു 4 ആണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അല്ലാതെ അതാണ് ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെയാണ് നമുക്ക് വാല്യൂ വരിക. ഇവിടെ ഈ കുറച്ച് കാര്യങ്ങൾ തെറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവിടെ 7/x റൈസ് ടു 8 ആണ് വരിക. ഇവിടെ 1/x റൈസ് ടു 4ഉം കൂടി ഉണ്ടാവും. അതിവിടെ എഴുതാൻ വിട്ടുപോയിക്കുന്നതാണ്. എന്തായാലും മുകളിൽ നമുക്ക് 0 ആണ് വരിക. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ 0 ആണ് വരിക, ഡിനോമിനേറ്ററിൽ 1 ആണ് വരിക. അപ്പോൾ വാല്യൂ ഈക്വൽ ടു 0 വരും. ഓക്കെ, അടുത്ത പ്രോബ്ലം ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി റൂട്ട് ഓഫ് എക്സ് റൈസ് ടു 8 root of x raised to 8 plus 7x raised to 4 minus x raised to 4. അപ്പോൾ റൂട്ട് ഓഫ് സംതിങ് മൈനസ് സംതിങ് എന്നുള്ള ഫോമിൽ വന്നാൽ എപ്പോഴും നമ്മൾ കോൺജുഗേറ്റ് യൂസ് ചെയ്യുക. അല്ലാതെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് ഇത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നേരെ ഇൻഫിനിറ്റി എന്ന് കൊടുത്താൽ മൊത്തത്തിൽ അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി എന്നാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ തെറ്റിപ്പോവും. ഇങ്ങനെ ഒരു ഫോമിൽ വന്നാൽ അപ്പം തന്നെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ മുകളിലും താഴെയും കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതാണ് വരിക. മുകളിലത്തെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ആയതുകൊണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിൽ എഴുതി. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്കിത് വരിക 7x റൈസ് ടു 4. ഇവിടെ എക്സ് റൈസ് ടു 5 എങ്ങാനും ആക്കിക്കോട്ടോ. എക്സ് റൈസ് ടു 5 വേണ്ട, 5 വേണ്ട, എക്സ് റൈസ് ടു 4 തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിങ്ങനെയാണ് വരിക, ന്യൂമറേറ്റർ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ബാക്കി ഇത് എക്സ് റൈസ് ടു 8 ക്യാൻസൽ ചെയ്ത ശേഷം 7x റൈസ് ടു 4 ആണ് താഴെ ഉണ്ടാവുക. ഇവിടെ നമുക്ക് 7x റൈസ് ടു 4ഉം ഇവിടെ നമുക്ക് റൂട്ടിൻ്റെ പുറത്ത് പ്ലസ് എക്സ് റൈസ് ടു 4ഉം ആണ് ഉള്ളത്. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതിയാൽ മതി, മാറ്റമൊന്നും വരുത്തണ്ട. അപ്പോൾ ബാക്കി നമുക്ക് ഉണ്ടാവുക ഈ എക്സ് റൈസ് ടു 18 നമുക്ക് ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഇവിടെ ഞാൻ തെറ്റി പറഞ്ഞതാണ്. ഇവിടെ എക്സ് റൈസ് ടു 4 ഔട്ട് സൈഡ് പോരുമ്പോൾ ഇവിടെ 1 ബാക്കി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ 7/x റൈസ് ടു 8 ഉണ്ടാവും. ഇത് റൂട്ടിൻ്റെ ഉള്ളിലല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ എക്സ് റൈസ് ടു 4 ഔട്ട് സൈഡ് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 1 ബാക്കി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെയും 1 ബാക്കി ഉണ്ടാവുള്ളൂ. ഇത് 1 എഴുതിയിരിക്കുന്നത് കറക്റ്റാണ്. ഇത് മാത്രമേ കറക്റ്റ് ചെയ്യാനുള്ളൂ. 7/x റൈസ് ടു 8 ഉണ്ടാവും. അത് മാത്രമേ കറക്റ്റ് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ അത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എക്സ് റൈസ് ടു 8 ഇതിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് മൊത്തത്തിൽ റൂട്ടിൻ്റെ ഉള്ളിലുള്ളതാക്കി പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അതാണ് അവിടെ കറക്ഷൻ വന്നത്. അതൊന്ന് നിങ്ങൾ ശരിയാക്കണേ. ഇവിടെ നിന്ന് എക്സ് റൈസ് ടു 8 ഔട്ട് സൈഡ് എടുത്താൽ എക്സ് റൈസ് ടു 8 ഇൻറ്റു 1 പ്ലസ് 7. ഇവിടെ എക്സ് റൈസ് ടു 4 ഉണ്ട്, അതും കൂടി പോയിട്ടുണ്ടാവും. ബാക്കി 7/x റൈസ് ടു 4 വരും. ഇവിടുത്തെ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇനി ഹോൾ ടോട്ടലിൽ നിന്ന് എക്സ് റൈസ് ടു 4 ഔട്ട് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു, ഇതിൽ നിന്നും ഒരു എക്സ് റൈസ് ടു 4 പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എക്സ് റൈസ് ടു 4 മുകളിൽ ഉണ്ട്, താഴെയും എക്സ് റൈസ് ടു 4 ഉണ്ട്. അതും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി റൂട്ടിൻ്റെ ഉള്ളിൽ 1 പ്ലസ് 7/x റൈസ് ടു 4 പ്ലസ് ഇവിടെ പുറത്തുനിന്ന് നമ്മളൊരു എക്സ് റൈസ് ടു 4 ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഒരു 1 ഉണ്ടാവും. ആ 1 റൂട്ടിൻ്റെ ഉള്ളിലല്ല കേട്ടോ. മുകളിലത്തെ പ്രോബ്ലത്തിലും അതാണൊരു കറക്ഷൻ എനിക്ക് പറയാനുള്ളത്. ഞാനത് ഒരുമിച്ച് എന്നുള്ള രീതിയിൽ ആദ്യം പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതിക്കോളൂ കേട്ടോ. റൂട്ടിൻ്റെ ഉള്ളിലല്ല, അപ്പോൾ അത് 1 തന്നെ ബാക്കി ഉണ്ടാവുള്ളൂ അവിടെ. ദെൻ ഇവിടെയും നമ്മൾ പ്ലസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് റൂട്ട് എടുക്കുമ്പോൾ എക്സ് റൈസ് ടു 4 എടുത്താൽ മതി, മൈനസ് എക്സ് റൈസ് ടു 4 എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ഇതിൻ്റെ ലിമിറ്റൊക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് 7/2 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ 7/2 ആണ് ആൻസർ വരിക. ഇനി ഇൻഫിനിറ്റ് ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ ഒന്നുകൂടെ നമ്മുടെ ആബ്സലൻ ഡെൽറ്റ കണ്ടീഷനിൽ ഒന്നുകൂടെ പറയാണ്. Let f be a function defined on an open interval a containing all possible with the possible exception of a itself. We write limit x tends to a f of x equal to infinity. For every m greater than 0, we can find a number delta greater than 0 such that
For all x satisfying 0 less than mod x minus a less than delta, then f of x is greater than m. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഏത് നമ്പർ ഒരു എം എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് നമ്പർ സെലക്ട് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു പോസിറ്റീവ് നമ്പർ, സ്മോൾ പോസിറ്റീവ് നമ്പർ ഡെൽറ്റയെ കണ്ടുപിടിക്കാൻ സാധിക്കണം. സച്ച് ദാറ്റ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റയേക്കാൾ കുറഞ്ഞു വരുമ്പോൾ, അതായത് എക്സ് എയെ അപ്രോച്ച് ചെയ്യുമ്പോൾ, എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റയേക്കാൾ കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ എക്സ് എയെ അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എം. ഏത് പോസിറ്റീവ് നമ്പർ എം എടുത്താലും എഫ് ഓഫ് എക്സ് അതിനേക്കാളും വലുതാവണം. അപ്പോൾ എം എത്രയും വലുതാക്കി എടുത്താൽ എഫ് ഓഫ് എക്സ് അതിലും വലുതായിരിക്കും. എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് വലുതായി ഇൻഫിനിറ്റിയിലേക്ക് പോകും എന്നാണ് അതിൻ്റെ മീനിങ്. ഏത് പോസിറ്റീവ് എം എടുത്താലും അതിനേക്കാളും എഫ് ഓഫ് എക്സ് വലുതായിരിക്കണം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നല്ലേ അതിൻ്റെ മീനിങ്. അപ്പോൾ അതാണ് അതിൻ്റെ ഡെൽറ്റ ഡെഫിനേഷനായിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ഡെഫിനേഷൻ യൂസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. Prove that limit extends to 0 1 by x square equal to infinity. ഇത് ആ ഡെഫിനേഷൻ യൂസ് ചെയ്ത് ചെയ്യേണ്ട പ്രോബ്ലം ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ എം സെലക്ട് ചെയ്യണം, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ കണ്ടുപിടിക്കണം. അതാണ് മെത്തേഡ്. അപ്പോൾ എം ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ. We want to show that there is a delta greater than 0 such that 1 by x square is greater than m. 1 by x square is greater than m whenever 0 less than mod x minus 0 less than delta. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡെൽറ്റ ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എം സെലക്ട് ചെയ്തു സച്ച് ദാറ്റ് 1 by x square is greater than m. ആ കണ്ടീഷനാണ് അവിടെ ഹോൾഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ കണ്ടീഷനിലേക്ക് കൊണ്ടുവരണം, എന്നാലാണ് ഡെൽറ്റ കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാം. അതായത് മോഡ് എക്സ് ലെസ് ദാൻ സംതിങ് എന്നല്ല ഇവിടെ നമുക്ക് വരേണ്ടത്, ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതിനെ നോക്കി ഇതിൻ്റെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുകയാണ് ചെയ്യുന്നത്. റെസിപ്രോക്കൽ എടുത്താൽ നമുക്കറിയാം ഇൻഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ 1 by m എന്ന് കിട്ടും. ഈ രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുക. സ്ക്വയർ റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മോഡ് എക്സ്, ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ പ്ലസ് എക്സും മൈനസ് എക്സും വരാം, അതുകൊണ്ട് മോഡ് എക്സ് എന്ന് കിട്ടും. മോഡ് എക്സ് ഈസ് ലെസ് ദാൻ 1 by root m എന്ന് കിട്ടും. അപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ 1 by root m നമുക്ക് വേണമെങ്കിൽ മോഡ് എക്സ് മൈനസ് 0 ഈസ് ലെസ് ദാൻ 1 by root m എന്നുള്ള രീതിയിൽ വ്യൂ ചെയ്യാം അല്ലേ. വെറുതെ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 0 എന്നല്ലേ ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ ആയിട്ട് ഈ കണ്ടീഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെൽറ്റ ആയിട്ട് എന്തെടുത്താൽ മതി, 1 by root m എന്നുള്ളത് എടുത്താൽ മതി. This suggests we may take delta to be 1 by root m or any positive number less than or equal to 1 by root m. ഒന്നല്ലെങ്കിൽ 1 by root m ഡെൽറ്റ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ഏതൊരു പോസിറ്റീവ് നമ്പറും ഡെൽറ്റ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയാണ് എങ്കിൽ ആ വാല്യൂ ഡെൽറ്റ ആയിട്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ 0 ലെസ് ദാൻ മോഡ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ള കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആവും. അതുവഴി എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ ഡെൽറ്റ സ്ക്വയർ, ഇതിനെ സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ ഡെൽറ്റ സ്ക്വയർ എന്നും കിട്ടും. 1 by x square is greater than, റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 1 by x square is greater than 1 by delta square which is greater than or equal to m എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആ വാല്യൂ 1 by x സ്ക്വയറിൻ്റെ വാല്യൂ എമ്മിനേക്കാളും വലുതാണ് എന്നുള്ളതും കിട്ടും. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 by x square equal to infinity എന്ന് പറയാനായിട്ട് പറ്റും. നിങ്ങൾ ഈ ഡെൽറ്റയെ കണ്ടുപിടിക്കുന്ന വരെ ആയാലും ചെയ്താൽ മതി. ഡെൽറ്റ വി ക്യാൻ ടേക്ക് ഡെൽറ്റ ടു ബി 1 by root m or any positive number less than 1 by root m and hence the condition holds എന്ന് എഴുതി വെച്ചാലും മതി. ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്യണമെന്ന് വെരിഫിക്കേഷൻ അതൊന്ന് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ചെയ്യേണ്ടത് ഡെഫിനേഷൻ വെച്ച് പ്രോബ്ലം ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു എമ്മിനെ ഫിക്സ് ചെയ്യുക, ആ എം സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എഴുതുക, ആ കണ്ടീഷനെ സോൾവ് ചെയ്ത് ഡെൽറ്റയുടെ കണ്ടീഷനിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അതിൽ നിന്ന് ഡെൽറ്റ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഡെൽറ്റ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ മോഡ് എക്സ് മൈനസ് 0 ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ എമ്മിൻ്റെ ഇൻഇക്വാളിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ആ ഡെൽറ്റ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഇൻഇക്വാളിറ്റിയിലേക്ക് എത്തി. മോഡ് എക്സ് മൈനസ് 0 എന്ന് തന്നെ കാണാം ഇതിനെ. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 0 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അതിട്ട് ആ ഡെൽറ്റയെ ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ കിട്ടുന്ന നമ്പറോ ഇതിൽ താഴെയുള്ള ഏത് നമ്പറോ എനി നമ്പർ ലെസ് ദാൻ ദിസ് വാല്യൂ നമുക്ക് ഡെൽറ്റ ആയിട്ട് സെലക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പം അത്രയും പറഞ്ഞിട്ട് ചെയ്താലും മതി. അത്രയും ചെയ്തിട്ട് ഇഫ് വി സെലക്ട് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1 by root m ദ റിക്വയർഡ് കണ്ടീഷൻ ഹോൾഡ്സ് ആൻഡ് ഹെൻസ് അങ്ങനെയാണെങ്കിൽ ഡെഫിനേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട്
ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x² ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് എഴുതി അവസാനിപ്പിക്കാം കേട്ടോ. നിങ്ങൾക്ക് ലാസ്റ്റ് 2 സ്റ്റെപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനിയിപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു f(x) ഈക്വൽ ടു -∞ ആയാലും ഇതേ രീതിയിൽ തന്നെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എമ്മിന് പകരം ഒരു എന്നിനെ എടുക്കാം. കണ്ടീഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഡെഫിനേഷൻ നോക്കാം. Let f be a function defined on an open interval containing a. With the possible exception of a itself, we write limit x tends to a f(x) equal to -∞ if for every number n less than 0, n should be less than 0, n ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കണം. അപ്പോൾ ആ കണ്ടീഷൻ വ്യത്യാസം ഉണ്ട് കേട്ടോ. We can find a number delta greater than 0 such that for all x satisfying 0 less than mod x minus a less than delta, then f of x is less than n. n ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കണം. മാത്രമല്ല f of x എയെ അപ്രോച്ച് ചെയ്യുമ്പോൾ എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റയേക്കാൾ കുറഞ്ഞു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എക്സ് എയെ അപ്രോച്ച് ചെയ്യുമ്പോൾ f of xന്റെ വാല്യൂ എന്നിനേക്കാൾ താഴെ പോകണം. n ഓൾറെഡി ഒരു നെഗറ്റീവ് നമ്പർ ആണ്. ആ നെഗറ്റീവിലും ലെസ് ആയ നെഗറ്റീവ് നമ്പർ, അത് ഏത് നെഗറ്റീവ് നമ്പർ n സെലക്ട് ചെയ്താലും അതിനേക്കാളും ലെസ് ആയിരിക്കണം f of xന്റെ വാല്യൂ. അങ്ങനെ ലെസ്സായി f of x n നെഗറ്റീവ് നമ്പേഴ്സ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യും തോറും f of x ലെസ്സായി എവിടേക്കാണ് പോകുന്നത്? -∞ പോകും. അതാണ് ഡെഫിനേഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം? എന്നിനെ സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞ് ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യുക, ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്ത് ഡെൽറ്റയെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ രീതിയിലായിരിക്കണം നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അടുത്തൊരു ഡെഫിനേഷൻ, ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി. Let f be a function defined on an interval, open interval a infinity. We write limit x tends to infinity f of x equal to, അത് നമ്മുടെ എപ്സിലൺ ഡെൽറ്റ ഡെഫിനേഷൻ ആണ് അല്ലേ. For every epsilon greater than 0, there exists a number capital N such that for all x satisfying x greater than n, modulus value of f of x L for minus L is less than എപ്സിലൺ. ഇവിടെ ഡെൽറ്റയ്ക്ക് പകരം എപ്സിലൺ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മാത്രം. ഡെൽറ്റയ്ക്ക് പകരം എപ്സിലണിന് പകരം എന്നും ഒക്കെയാണ് എടുത്ത് നമ്മുടെ മുമ്പത്തെ ഡെഫിനേഷൻ തന്നെ. അതായത് ഫോർ എവരി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ ക്യാപിറ്റൽ N സച്ച് ദാറ്റ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ n, എന്നിനേക്കാളും വലിയ ഏത് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലണിനേക്കാൾ കുറഞ്ഞു വരണം. അതായത് എക്സ് വലുതാവും തോറും, എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും എഫ് ഓഫ് എക്സ് എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യണം എന്നാണ് ആ ഡെഫിനേഷൻ്റെ മീനിങ്. അപ്പം അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ഡെഫിനേഷൻ, ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എൻ ഇന്റർവൽ എ ഇൻഫിനിറ്റി. വി റൈറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇവിടെ ഇൻഫിനിറ്റിയാണ്, ഇവിടെ ഇൻഫിനിറ്റിയാണ്. അപ്പോൾ എന്താ ഡെഫിനേഷൻ വരിക? ഫോർ എവറി നമ്പർ എം ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നമ്പർ ക്യാപിറ്റൽ N സച്ച് ദാറ്റ് ഫോർ ഓൾ എക്സ് സാറ്റിസ്ഫൈയിങ് എക്സ് ഗ്രേറ്റർ ദാൻ എൻ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എം. അപ്പോൾ എം ഒരു പോസിറ്റീവ് നമ്പറാണ്, എന്നും ഒരു പോസിറ്റീവ് നമ്പറാണ്. എക്സ് എന്നിനേക്കാൾ വലുതാകുമ്പോൾ, അതായത് എക്സ് ഏതൊരു പോസിറ്റീവ് നമ്പറിനേക്കാളും വലുതാവുക എന്ന് പറഞ്ഞാൽ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എം. എഫ് ഓഫ് എക്സ് എമ്മിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എമ്മും നമ്മളൊരു ഏതൊരു പോസിറ്റീവ് നമ്പറുമായിട്ട് എടുത്തിരിക്കുന്നത്. എമ്മും ഏതൊരു പോസിറ്റീവ് നമ്പറിനേക്കാളും എഫ് ഓഫ് എക്സും ഏതൊരു പോസിറ്റീവ് നമ്പറിനേക്കാളും വലുതായിരിക്കണം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സും ഇൻഫിനിറ്റിയിലേക്ക് പോകണം. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ രണ്ട് ഡെഫിനേഷനും നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഇതായ എക്സസൈസിൽ കുറേ പ്രോബ്ലംസ് എടുക്കുന്നുണ്ട്. അസിംപ്റ്റോട്ട്സ്, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സും അതുപോലെ ഹോറിസോണ്ടൽ അസിംപ്റ്റോട്ട്സും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഡോമിനൻറ്റ് ടേംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് കുറച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് തരാനുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഒരു 2-3 പ്രോബ്ലം, കാരണം വെർട്ടിക്കൽ അസിംപ്റ്റോട്ടിൻ്റെ പ്രോബ്ലം നമ്മൾ അധികം ചെയ്തില്ലായിരുന്നു. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ വർക്ക്ഡ് ഔട്ടായിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡോമിനൻറ്റ് ടേംസ് വരുന്ന പ്രോബ്ലം നമ്മൾ ചെയ്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ ആരെങ്കിലും ഒന്ന് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കണം. ഈ അസിംപ്റ്റോട്ടിൻ്റെ പ്രോബ്ലംസ് ഒരു 5 എണ്ണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അതെന്നെ ഒന്ന് ഇടയ്ക്ക്, നമ്മൾ തേർഡ് സെം തുടങ്ങി കഴിഞ്ഞാലും ഇടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ എക്സാം ആവുന്ന സമയത്തായാലും ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഞാനത് ചെയ്ത് തന്നേക്കാം കേട്ടോ. ഓക്കെ.